സാവ്സ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു 4 മണി പലഹാരം തന്നെയാണ്. ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് മഴ പെയ്തോ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ? ഇന്ന് ഇവിടെ നല്ലൊരു മഴയുണ്ടായിരുന്നു. നല്ല മഴയാണ് കിട്ടിയത്. പക്ഷേ മഴയ്ക്ക് ശേഷം നല്ല ചൂടും ഉണ്ടായിരുന്നു. എന്തായാലും മഴ പെയ്തതല്ലേ എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാനിന്ന് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു 4 മണി പലഹാരമാണ്. ചക്ക കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചക്ക വേണം ഒരു 20 എണ്ണം. ഇത് 2 ഗ്ലാസ് അരിക്കുള്ളതാണ്. 2 ഗ്ലാസ് അരി. പിന്നെ ഇത് 20 ചക്ക ചുള. പിന്നെ ഒരു 4 ശർക്കര. ഇത് നെയ്യിൽ തേങ്ങ വറുത്ത് വെച്ചതാണ്. പിന്നെ ആവശ്യമുള്ളത് ജീരകം വറുത്തിട്ടൊന്ന് പൊടിക്കണം. പിന്നെ ഈ 2 ഏലക്ക പൊടിച്ചത്. ഇത്രയാണ് ആവശ്യം. ഇനി ഉണ്ടാക്കേണ്ട വിധം കാണിക്കാം. 4 ശർക്കരേൻ്റെ അച്ചിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തുണ്ടാക്കിയ ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് അരിയിലിട്ടിട്ട് അരയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ അരയ്ക്കാം കേട്ടോ. അപ്പോൾ അരിയും ശർക്കരയും കൂടി അരച്ചിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കച്ചോള മുറിച്ചത് നമ്മൾ അരയ്ക്കണം. അതിലും വെള്ളം ചേർക്കണം. അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കണില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ശർക്കര ഉരുക്കിയ ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് വേണ്ട, ഒരു ചെറിയ ചൂടിൽ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഇത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആകെ 1/2 ഗ്ലാസ് വെള്ളമാണ് ശർക്കരയിൽ ഒഴിച്ചിട്ടുള്ളത്. അത് മാത്രമേ വെള്ളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ചക്ക അരച്ചത് റെഡിയായി. ഇനി അത് നമ്മുടെ ആദ്യത്തെ ബാറ്ററിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് 2 ഏലക്ക പൊടിച്ചത് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം ജീരകം 1/2 ടീസ്പൂൺ ജീരകമാണ് നമ്മൾ ചേർക്കുന്നത്. അത് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ്. അത് നെയ്യിൽ വഴറ്റിയതാണ്. അത് അതിലേക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാം. ഉണ്ണിയപ്പം ചട്ടി വെച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം എല്ലാ കുഴിയിലും നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ പാകത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അല്ലാതെ ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഒരു ഹാഫ് വരുന്ന വരെ, ഓരോ കുഴിയിലും ഹാഫ് വരുന്ന വരെ ഒഴിക്കുക. ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോ കുഴിയിലേക്കും ഓരോരോ കയ്യിൽ വെച്ചിട്ട് ഒഴിക്കുക. ഇതിൻ്റെ ചൂട് നമ്മൾ കുറയ്ക്കും കൂട്ടും ചെയ്ത് വെക്കണം. കാരണം പെട്ടെന്ന് ഇത് കരിയാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഈ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവും. കാരണം എന്താ വെച്ചാൽ ഇതിൽ ചക്ക ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഓരോന്ന് നമ്മൾ തിരിച്ചിടാൻ തുടങ്ങി. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോഴാണ് നമ്മൾ തിരിച്ചിടേണ്ടത്. ഓരോന്നും അതിൻ്റെ പാകമാകുമ്പോൾ മറിച്ചിടുക. അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് കറക്റ്റ് അതിൻ്റെ നമ്മുടെ മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുമല്ലോ, ആ സമയത്ത് നമ്മൾക്കത് എണ്ണയിൽ നിന്നും എടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാവണം, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിൽ ഞാൻ 4 ശർക്കരയുടെ അച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് മധുരം അത്ര പാകമായിരുന്നു. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതിൽ 3ാമത്തെ ഓപ്ഷനായ ഓൾ എല്ലാവരും ക്ലിക്ക് ചെയ്യണം, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.